Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ് ആണ്. നമ്മുടെ 8th ചാപ്റ്റർ ആണിത്. ഓക്കെ, സോ കഴിഞ്ഞ ഇയറിൽ ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു ഇയറിൽ ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡന്റിറ്റീസ്. ഓക്കെ, നമുക്ക് ഐഡന്റിറ്റീസും കൂടെ പഠിക്കാനുണ്ട്. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആണ്. സോ ആൽജിബ്രിക് എക്സ്പ്രഷൻസ് എന്താണെന്നും എങ്ങനെ ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ഫോം ചെയ്യാമെന്നും then after that നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽജിബ്രിക് എക്സ്പ്രഷന്റെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. ഹൗ ടു ഫോം ആൻ ആൽജിബ്രിക് എക്സ്പ്രഷൻ, എങ്ങനെ നമുക്കൊരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാം എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, so appo da ivide to create an algebraic expressions we combine variables and constant. okay, നമ്മൾ എന്താ ചെയ്യുന്നത്, variablesനെയും constantsനെയും ഒക്കെ combine ചെയ്യുവാണ്. okay, we use addition, subtraction, multiplication and division operations for this. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ യൂസ് ചെയ്യണം അവിടെ, addition, subtraction, multiplication and division operations. so ഈ നാല് പേരും നമ്മുടെ arithmetic operators ആണ്. സോ ഇതും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ട്, ജസ്റ്റ് വൺ എക്സാമ്പിൾ. 2x + 5. ഓക്കെ, ദിസ് ഇസ് ആൻ ആൽജിബ്രിക് എക്സ്പ്രഷൻ. ഇതൊരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ്. വൈ ദിസ് ഇസ് കോൾഡ് ആൽജിബ്രിക് എക്സ്പ്രഷൻ? എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? നോക്കിക്കേ, ഇവിടെ കോൺസ്റ്റന്റ്സ് ഉണ്ട് 2 and 5 അല്ലെ. ദെൻ x ഇസ് ദി വാരിയബിൾ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതിനെ കമ്പൈൻ ചെയ്യാൻ വി ക്യാൻ യൂസിങ് അഡിഷൻ. നമ്മൾ പ്ലസും കൂടെ യൂസ് ചെയ്തു. അപ്പൊ അതെന്താണ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ആൽജിബ്രിക് എക്സ്പ്രഷൻ. ഓക്കെ, കോൺസ്റ്റന്റ്സ്, വാരിയബിൾസ് ആൻഡ് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്. ഓക്കെ, സോ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ എന്തായി, ആൽജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്തു. സോ 2x + 5 is an example of algebraic expression. ഓക്കെ, അതുപോലെ നമുക്ക് ഡിഫറെന്റ് എക്സാമ്പിൾസ് എഴുതാം. സോ ഇപ്പൊ ഞാൻ ജസ്റ്റ് എഴുതുന്നു 8x + 10. ഓക്കെ, this is an algebraic expression. or 5xy, this is an algebraic expression അല്ലെ. ഒരു ടേം മാത്രം വരുന്ന ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തത് എന്താന്ന് നോക്കാം. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ടേം ആണ്. അതായത് ആൽജിബ്രിക് എക്സ്പ്രഷൻസിന് കുറച്ച് പാർട്സ് ഉണ്ട്. നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഡിസ്കസ് ചെയ്തു ഓൾറെഡി. അതുപോലെ തന്നെ ടേം എന്ന് പറയുന്ന ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഓൾറെഡി 7th പഠിച്ചിട്ടുള്ള കാര്യമാണ്, എന്നാലും നമുക്കൊന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, എ ടേം ക്യാൻ ബി എ നമ്പർ, എ വാരിയബിൾ, പ്രൊഡക്റ്റ് or 2 or more variables or product of number and an variable. An algebraic expression is formed by a single term or a group of terms. Okay, അപ്പൊ ദാ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 8x + 10. സോ ദിസ് ഇസ് ആൻ ആൽജിബ്രിക് എക്സ്പ്രഷൻ. നമ്മളിപ്പോ പറഞ്ഞു ഇതൊരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ്. സോ ഇതിൽ എവിടെയാ നമുക്ക് ടേം വരുന്നത്? ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എ ടേം ക്യാൻ ബി എ നമ്പർ, ഒരു നമ്പർ മാത്രം വരുമ്പോഴും അത് ടേം ആണ്. എ വാരിയബിൾ, ഒരു വാരിയബിൾ മാത്രം വന്നു കഴിഞ്ഞാലും ദാറ്റ് ഇസ് ടേം. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് 2 or more variables, ഇപ്പൊ 2 വാരിയബിൾസിന്റെ പ്രൊഡക്റ്റ്, എക്സാമ്പിൾ ഇസ് xy, അതൊരു ടേം ആണ്. ഓർ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ആൻഡ് എ വാരിയബിൾ, ഒരു നമ്പറും വാരിയബിളും കൂടെ വരാം. അങ്ങനെ വരുമ്പോഴും അതെന്താണ്, ടേം ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ 8x is first term and 10 is the second term. രണ്ടും ടേംസ് ആണ് അല്ലെ. ഫസ്റ്റത്തേല് പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ആൻഡ് വാരിയബിൾ ആ വന്നത്. ബട്ട് ഇൻ ദി സെക്കൻഡ് കേസ് ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് നമ്പർ, ഒരു നമ്പർ മാത്രമാണ്, എന്നാലും അത് ടേം ആണ് അല്ലെ. അതാണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ 2 terms 8x and 10. ഓക്കെ, അതുപോലെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എഴുതാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ 5x + 8 എഴുതി കഴിഞ്ഞാൽ 5x is the first term and 8 is the second term. അതാണ് സെക്കൻഡ് ടേം. ഓക്കെ, സോ ദിസ് ഇസ് ടേം. ഇത് ഓൾറെഡി പഠിച്ച കാര്യമാണ്, എന്നാലും നമ്മളൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. ടേം കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഇസ് ദി കോഎഫിഷ്യന്റ്സ്. കോഎഫിഷ്യന്റ്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് കോഎഫിഷ്യന്റ്സ്? എ കോഎഫിഷ്യന്റ് റെഫേഴ്സ് ടു എ നമ്പർ ഓർ ക്വാണ്ടിറ്റി പ്ലേസ്ഡ് വിത്ത് എ വാരിയബിൾ. അതായത് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ടേം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേം ചിലപ്പോൾ ഒരു നമ്പർ മാത്രം വരാം, വാരിയബിൾ മാത്രം വരാം, അതർവൈസ് പ്രൊഡക്റ്റ് ഓഫ് വാരിയബിൾ ആൻഡ് നമ്പർ വരാം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ 2x എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 എന്ന് പറയുന്ന ആ ഒരു നമ്പർ ഉണ്ട്. സോ ദാറ്റ് ഇസ് കോൾഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് വാരിയബിൾ എക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ആ 2 എന്ന് പറയുന്നത്. അത് തന്നെയാണ് കോഎഫിഷ്യന്റ്. ഓക്കെ, അതാണ് ഡെഫിനിഷനിൽ കൊടുത്തത്. കോഎഫിഷ്യന്റ് റെഫേഴ്സ് ടു എ നമ്പർ or a quantity placed with a variable. variable ന്റെ കൂടെ place ചെയ്യുന്ന quantity or number, that is called the
coefficient. Okay, it is usually an integer. അത് യൂഷ്വലി നമ്മൾ കാണാറ് ഒരു ഇന്റീജർ ആയിട്ടാണ്. ദാറ്റ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ദി വാരിയബിൾ. സോ ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 5xy. ഓക്കെ, ഇവിടെ 5xy എന്ന് പറഞ്ഞാൽ 5 into x into y, that is 5xy. ഓക്കെ, സോ അപ്പൊ ഇവിടെ 5-നെയാണ് എടുക്കുന്നതെങ്കിൽ 5 is the coefficient of xy. xyയുടെ കോഎഫിഷ്യന്റ് ആണ്. ആൻഡ് x is the coefficient of 5y. 5y-യുടെ കോഎഫിഷ്യന്റ് ആണ് x. ഓർ y is the coefficient of 5x. അങ്ങനെ നമുക്ക് 3 ടൈപ്സിൽ അതിനെ ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എന്താ കോഎഫിഷ്യന്റ് എന്ന് ക്ലിയർ ആയല്ലോ. നമ്മുടെ വാരിയബിളിന്റെ കൂടെ നമ്മൾ എഴുതുന്ന നമ്പർ ഓർ ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് കോൾഡ് ദി കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ ഒരു എക്സ്പ്രഷൻ എഴുതുന്ന ആൾക്ക് ടേം എന്താ, കോഎഫിഷ്യന്റ് എന്താണ്, വാരിയബിൾ എന്താണ്, അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോയാലോ. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടുന്നാണ്. ഓക്കെ, അതായത് മുന്നേ ഉള്ളതൊക്കെ നമുക്ക് അറിയേണ്ട, നമ്മൾ കഴിഞ്ഞ ഇയറിൽ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിന്റെ ബേസിലാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദി അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് ആൽജിബ്രിക് എക്സ്പ്രഷൻസ്. ആൽജിബ്രിക് എക്സ്പ്രഷൻസിനെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഇതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മളൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലൂടെയാണ് നോക്കുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ഞാനിതാ ഇവിടെ 2 എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ is 7x square minus 4x plus 5 and next one is 9x minus 10. അപ്പം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ എക്സ്പ്രഷൻസിന്റെ ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസിൽ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ 7th പഠിച്ച കാര്യമാണ് അല്ലെ. ഒരുപോലെ വാരിയബിൾസ് വരുന്നതിനൊക്കെ നമുക്ക് ലൈക്ക് ടേംസ് ആയിട്ട് പറയാം. ഇപ്പൊ 5x 7x അത് ലൈക്ക് ടേം ആണ്. ഇപ്പൊ 5x-ഉം 8x സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് ലൈക്ക് ടേംസ് അല്ല, അൺലൈക്ക് ടേംസ് ആണ്. കാരണം അവിടെ എക്സിന് സ്ക്വയർ ഉണ്ട്, ഫസ്റ്റിൽ സ്ക്വയർ ഇല്ല, അപ്പൊ അതെന്താണ്, അൺലൈക്ക് ആണ്. ലൈക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ വാരിയബിൾ അതുപോലെ തന്നെ ആയിരിക്കണം അടുത്തതിലും ഉണ്ടായിരിക്കേണ്ടത്, അപ്പൊ മാത്രമേ അത് ലൈക്ക് ആവുള്ളൂ. അതർവൈസ് ദാറ്റ് ആർ കോൾഡ് അൺലൈക്ക് ടേംസ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും നമുക്ക് അറിയേണ്ട ഒരു കാര്യം ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈക്ക് ടേംസുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് അഡിഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ പോസിബിൾ ആണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് അൺലൈക്കിൽ നമുക്ക് പറ്റത്തില്ല, ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റില്ല. ആ ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം. 5x 6x ഒക്കെ എന്താണ്, ലൈക്ക് ടേംസ് ആണ്. ഇനി ഞാൻ 5x-ഉം 5x സ്ക്വയറും എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് അൺലൈക്ക് ടേംസ്. അത് അൺലൈക്ക് ടേംസ് ആണ്. ഓക്കെ, അത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ചെയ്യാം. പക്ഷെ ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ് ഓൾറെഡി 7th പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരേപോലെ വരുന്ന, അതായത് വാരിയബിൾസ് ഒരേപോലെ വരിക, അതാണ് ലൈക്ക് ടേംസിൽ വരിക കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാറ്, നമ്മളിങ്ങനെ 2 നമ്പേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ താഴെയും മുകളിലൊക്കെ എഴുതി അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് ആൽജിബ്രിക് എക്സ്പ്രഷൻ ഒന്ന് എഴുതി കൊടുക്കാം. 7x square minus 4x plus 5. ഇതാണ് നമ്മുടെ ഫസ്റ്റ് algebraic expression. Then second one is 9x minus 10. അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ടേംസ് എവിടെയൊക്കെ വരുന്നു നോക്കാം. ഇവിടെ 9x ഉണ്ട്, അതുപോലെ ഇവിടെ -4x ഉണ്ട്. അപ്പൊ നമുക്ക് അത് രണ്ടും ലൈക്ക് ടേംസ് അല്ലേ, അപ്പൊ അവരിങ്ങനെ ഒരുമിച്ച് വരുന്ന രീതിക്ക് നമുക്ക് എഴുതാം. നമ്മൾ നോർമലി ചെയ്യാറില്ലേ, നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന അതേപോലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, 9x എന്ന് കൊടുക്കാം. അപ്പൊ ഇവ രണ്ടുപേരും ലൈക്ക് ടേംസ് ആണ്, അപ്പൊ അവിടെ ഡയറക്റ്റ് അഡിഷൻ പോസിബിൾ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ വരുന്നത് -10ഉം 5ഉം വരുന്നുണ്ട്. ഓൾറെഡി ഇവിടെ 5 ഉണ്ട്, അപ്പൊ അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്താം, 10നെയും എഴുതി കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ആഡ് ആണ് കേട്ടോ ചെയ്യുന്നത്, ആഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേ. അപ്പൊ നമ്മൾ നോർമലി ആഡ് 2 നമ്പേഴ്സിന് മുകളിലും താഴെയായിട്ട് ആഡ് ചെയ്യുന്നില്ലേ, അതേപോലെ ചെയ്താൽ മതി, വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈക്ക് ടേംസിലും അൺലൈക്ക് ടേംസിലും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇവിടെ 7x സ്ക്വയറിന്റെ കൂടെ എഴുതാൻ പറ്റുന്ന ലൈക്ക് ടേംസ് ഒന്നും ഇല്ല അല്ലെ, സ്ക്വയർ വരുന്ന ടേംസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങ് 0 ഇട്ട് കൊടുക്കാം, 0x square എന്ന് കൊടുക്കാം. കണ്ടോ, ഇപ്പൊ എല്ലാ ടേംസും വന്ന് ഒരു നീറ്റായി അല്ലെ നമ്മുടെ 2 എക്സ്പ്രഷൻസും. യെസ്, ഇനി നമുക്ക് നോർമലി ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ ആഡ് ചെയ്യുന്നത് 5 + -10 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5 + -10 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ രണ്ടുപേരും ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മൾ 7th പഠിച്ച കാര്യമാണ് അല്ലെ. ആഡ് ചെയ്യുമ്പോൾ ആൽജിബ്രിക് എക്സ്പ്രഷൻസിലോ അല്ലെങ്കിൽ നോർമൽ നമ്പേഴ്സിലോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവ് ആണ് നമ്മൾ മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 5 ആണ് വരിക, ഗ്രേറ്റർ നമ്പർ 10 ആയതുകൊണ്ട് അതിന്റെ സൈൻ വേണം കൊടുക്കാൻ. അപ്പൊ -5 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം -5. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് 4x-ഉം 9x-ഉം ആണ്. അതായത് മൈനസ് വരുന്നുണ്ട് 4x. അപ്പൊ -4x + 9x ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഒന്ന് മാറ്റി ഇങ്ങനെ എഴുതി വെച്ച് നോക്കുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം, പിന്നെ ഡയറക്ട്ലി ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ -4x + 9x എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും എന്ത് വന്നു? രണ്ടും ലൈക്ക് ടേം ആയതുകൊണ്ട് ഡയറക്റ്റ് പോസിബിൾ ആണ്. പക്ഷെ ഒരാൾക്ക് മൈനസും ഒരാൾക്ക് പ്ലസും ആണ്. അങ്ങനെ അഡീഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മൈനസ് ചെയ്ത് ഗ്രേറ്റർ നമ്പറുടെ സൈൻ കൊടുക്കണം അല്ലെ. അപ്പൊ ഇവിടെ 9 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ് വരിക. ഗ്രേറ്റർ നമ്പർ 9 ആയതുകൊണ്ട് ആൻസർ 5x വരും. ആ എക്സ് അതേപോലെ കൊടുത്താൽ മതി കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ഇനി എക്സ് ആയാലും രണ്ടിലും x² ആണെങ്കിലും ഒക്കെ നമ്മൾ ഡയറക്റ്റ് അത് എന്താണോ അവിടെ കോമൺ ആയിട്ടുള്ളത് അത് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ലൈക്ക് ടേംസ് എടുക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ എക്സും ഒരാൾ x² ആണെങ്കിൽ നമ്മൾ വിടും അല്ലെ, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ലൈക്ക് ടേംസിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണോ അവിടെ വാരിയബിൾ അത് സെയിം ആൻസറിലോട്ട് കൊടുക്കുന്നു. നമ്മൾ ആ ഒരു കോഎഫിഷ്യൻസ് മാത്രം ചെയ്താൽ മതി. ആ കോഎഫിഷ്യൻസ് എന്തായാലും ഇന്റീജേഴ്സ് ആയിരിക്കും. അപ്പൊ ഈസി ആയിട്ട് ചെയ്യാം. -4 + 5 അല്ലേ, സോ മൈനസ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഗ്രേറ്റർ നമ്പർ 9 ആയതുകൊണ്ട് അതിന്റെ സൈൻ കൊടുത്തു. അപ്പൊ 5x. അപ്പൊ +5x ആണ് വരുന്നത്, +5x. ഓക്കെ, ഇനി ഇവിടെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇവിടെ നമുക്ക് 0 അല്ലേ വരുന്നത്. അപ്പൊ 0 വെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? 7x² + 0x² എന്ന് പറഞ്ഞാൽ അത് വീണ്ടും 7x² തന്നെയാണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് 7x² എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതാണ്. ഇത് 0 ആയതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതേപോലെ എടുത്ത് എഴുതാം. ഇവിടെ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടായിരുന്നു നമുക്ക് അത് കൊടുക്കായിരുന്നു, പക്ഷെ ഇവിടെ അത് പോസിബിൾ അല്ലല്ലോ. അപ്പൊ 7x² അതേപോലെ എഴുതി ഈ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തു. ദെൻ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തു. സോ അപ്പൊ ഈ രണ്ട് എക്സ്പ്രഷൻസ് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൽജിബ്രിക് എക്സ്പ്രഷൻ 7x² + 5x - 5. ദാറ്റ് ഈസ് ദി ആൽജിബ്രിക് എക്സ്പ്രഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഡിഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അഡിഷൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ക്ലിയർ ആയില്ലേ? അപ്പൊ അഡിഷൻ ചെയ്യാൻ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ലൈക്ക് ടേംസിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അഡിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ലൈക്ക് ടേംസ് അല്ലാതെ പോയിട്ട് ചെയ്യരുത് കേട്ടോ. അതായത് ഇവിടെ ഇപ്പൊ 7x² 9x കൂടെ ചെയ്യാൻ പറ്റില്ല, അത് നോട്ട് പോസിബിൾ. ഓക്കെ, ഓൺലി ലൈക്ക് ടേംസിൽ മാത്രം. അപ്പൊ ലൈക്ക് ടേംസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടേംസിൽ എന്തായാലും വാരിയബിൾസ് സെയിം ആയിരിക്കും. അപ്പൊ ആൻസറിൽ എഴുതുന്ന സമയത്ത് എന്താണോ ക്വസ്റ്റ്യനിലുള്ള വാരിയബിൾ അതുപോലെ ആൻസറിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സബ്ട്രാക്ഷൻ ആണ്. മൈനസ് ചെയ്യണം നമ്മൾ. അതിനായിട്ട് രണ്ട് ആൽജിബ്രിക് എക്സ്പ്രഷൻസും ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആ എക്സ്പ്രഷൻസിനെ ഒന്ന് എഴുതി വെക്കാം, എന്നിട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നത് 5x² - 4y² + 6y - 3. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. ദെൻ പിന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത്? അപ്പൊ ഇവിടെ പറഞ്ഞത് ഈ ഒരു എക്സ്പ്രഷൻസ് സബ്സ്ട്രാക്ട് ദിസ് വൺ ഫ്രം അത് എന്നാ പറഞ്ഞത്. അപ്പൊ ഫ്രം എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലെ. ഈ ഒരു എക്സ്പ്രഷന് സെക്കൻഡ് എക്സ്പ്രഷന് ഫസ്റ്റിനെ സബ്സ്ട്രാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് 4 സബ്സ്ട്രാക്റ്റഡ് 4 ഫ്രം 5 എന്ന് പറഞ്ഞാൽ 5 - 4 ആ നമ്മൾ ചെയ്യുക. അപ്പൊ അതുപോലെ ഇവിടെ എഴുതുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആ ആളെ എഴുതാം അല്ലെ. സെക്കൻഡ് ആയിട്ട് വരുന്ന എക്സ്പ്രഷൻ നമുക്ക് ആദ്യം എഴുതി കൊടുക്കാം, എന്നിട്ട് അടുത്ത ആളെ എഴുതാം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ആൽജിബ്രിക് എക്സ്പ്രഷൻ വരുന്നത് 7x² - 4xy + 8y² then +5x - 3y. ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പൊ എപ്പോഴും സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഈ അഡിഷന്റെ കേസിൽ നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനെ ഫ്രം അങ്ങനെ പറഞ്ഞു വരില്ല. പക്ഷെ സബ്സ്ട്രാക്ഷന്റെ കേസിൽ അത് നോക്കണം. ഫസ്റ്റ് എക്സ്പ്രഷൻ ഫ്രം സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് എഴുതാം, എന്നിട്ട് വേണം ഫസ്റ്റ് എഴുതാൻ. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുക, ലൈക്ക് ടേംസ് കറക്റ്റ് ആയിട്ട് അതിന്റെ താഴെ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ 5x² ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ 7x² ഉണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് താഴെയായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ,
ഇവിടെ സബ്സ്ട്രാക്ട് ആണ്, അപ്പൊ മൈനസ് കൊടുക്കാം. ഇനി അടുത്തത് -4y² ഉണ്ട്. ഇവിടെ 8y² ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കാം -4y². ദെൻ അടുത്തത് +6y ആണ്. ഇവിടെ -3y ഉണ്ട്. അപ്പൊ അതിന് തൊട്ട് താഴെയായിട്ട് +6y എന്ന് കൊടുത്തു. ഇനി അടുത്തത് വരുന്നത് -3 ആണ്. സോ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന വാല്യൂസ് വരുന്നില്ല അല്ലെ, ജസ്റ്റ് 3y ദെൻ 5x അല്ലെ, 5x² എഴുതി, അടുത്ത ടേം എഴുതി, പിന്നെ ഒരു 6y വരുന്നുണ്ട്, അത് കൊടുത്തു. പിന്നെ കോൺസ്റ്റന്റ് ടേം വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ടേം വരാത്തതുകൊണ്ട് അതിനിവിടെ ഒറ്റയ്ക്ക് അങ്ങ് എഴുതി കൊടുക്കാം -3 എന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കമ്പയർ ആയിട്ട് വരുന്ന ലൈക്ക് ടേംസ് വരാത്ത സ്ഥലത്തൊക്കെ നമുക്ക് 0 വെച്ചിട്ട് പ്ലേസ് ചെയ്യാം. അപ്പൊ ഇവിടെ വരുമ്പം 0xy എന്നാണ് ഇവിടെ വരിക. ദെൻ ഈ ഒരു എക്സിന്റെ ടേം വരുന്നില്ലല്ലോ, എക്സിന്റെ ടേം വരാത്തതുകൊണ്ട് അവിടെ കൊടുക്കുമ്പോൾ 0x എന്ന് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കൊടുക്കുക, കമ്പയർ ചെയ്ത് അതിനനുസരിച്ച് എഴുതണം കേട്ടോ. ഓരോന്നായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, ലൈക്ക് ടേംസ് വരുന്നത് തൊട്ട് താഴെയായിട്ട് എഴുതി വരാം. ഇനി നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലെ. ഇനി സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്നാണ് നമ്മൾ എപ്പോഴും ചെയ്യുക അല്ലെ. നമ്മൾ നോർമലി 2 നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ഇവിടുന്നല്ലേ ചെയ്യാം, ഇവിടുന്നല്ലല്ലോ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാം. ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പൊ കോൺസ്റ്റന്റ് ടേമിന് ഫസ്റ്റ് എക്സ്പ്രഷനിൽ വരുന്നില്ല. അപ്പൊ അത് 0 ആണ്, കാരണം നമുക്ക് വേണമെങ്കിൽ അവിടെ 0 കൊടുക്കാം, അല്ലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ അവിടെ ഒരു 0 കൊടുത്തു. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി നമുക്ക് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യുന്ന സമയത്ത് 0 -3 ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ മൈനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ 0 -3 ആണ്. 0 -3. മൈനസും മൈനസ് എപ്പോഴെങ്കിലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, 0 -3 0 +3 ആവും. 0 +3 +3 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് +3 ആണ് കിട്ടുക. ഓക്കെ, ഈ സൈൻ ഇമ്പോർട്ടന്റ് ആണ്, ഓൾറെഡി പഠിച്ച കാര്യമാണ് 7th. അപ്പൊ അതിന്റെ ബേസിൽ വേണം ഇവിടെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യുമ്പോൾ -3y -6y ആണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സൈഡിൽ ഒന്ന് എഴുതി വെച്ച് നോക്കാം. -3y +6y ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു മൈനസും പ്ലസും അടുത്ത് വന്ന് അത് എന്തായിട്ട് മാറി, അഗൈൻ അത് മൈനസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് എന്തായിട്ട് മാറി, -3y -6y ആയിട്ട് മാറി. അപ്പൊ മൈനസ് മൈനസ് ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യേണ്ടത്, മൈനസും മൈനസ് ഒരുമിച്ച് വന്നാൽ അവിടെ പ്ലസ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കണം. അപ്പൊ 6ഉം 3ഉം 9 ആവും, -9y ആയിട്ട് മാറും. -9y. അപ്പൊ ഇവിടെ നമുക്ക് -9y ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു പിന്നെ എക്സിന്റെ ഇവിടെ ആരുണ്ടായിരുന്നില്ല, 0 ആണ്. അപ്പൊ നമുക്ക് 5x -0x എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും, 5x തന്നെ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് +5x എന്ന് വന്നു. ഓക്കെ, അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് 8y² -4y². അപ്പൊ അവിടെ എന്ത് വന്നു, 2 മൈനസ് ഒരുമിച്ച് വന്നു. ഓക്കെ, 8y² ഇങ്ങനെ വരുന്നത്, 8y² നമ്മളെ മൈനസ്, അത് സബ്സ്ട്രാക്ഷന് മൈനസ് ആണ്. പിന്നെ വീണ്ടും -4y² ആയി. അപ്പൊ ഇത് 8y² +4y² ആയി. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്, 8ഉം 4ഉം 12 ആണ്. അപ്പൊ +12y² എന്ന് വന്നു. ഇനി അടുത്തത് നോക്കുമ്പോ അവിടെ 0ലാണ് വരുന്നത്. അപ്പൊ -4xy +0xy ആ. അപ്പൊ അതെന്താവും, മൈനസ് ആയിട്ട് മാറും. അപ്പൊ -4xy. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സ്ക്വയർ, x² ടേംസ് ആണ് ലൈക്ക് ടേംസിൽ വരുന്നത്. 7x² -5x². ഇവിടെ ആഡ് അല്ല കേട്ടോ, സബ്സ്ട്രാക്ഷൻ ആണ്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയിട്ട് ചെയ്താൽ മതി, ഡയറക്റ്റ് പറ്റുന്നില്ലെങ്കിൽ. ഓക്കെ, എന്നാലും ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. 7x² -5x² എന്ന് പറഞ്ഞാൽ 7x² -5x². നമ്മൾ കോഎഫിഷ്യൻസ് നോക്കിയാൽ മതി. 7 - 5 എന്ന് പറയുമ്പോൾ 2 വരും അല്ലെ. അപ്പൊ x² ആണ് രണ്ടിലും കോമൺ ആയതുകൊണ്ട് 2x² എന്ന് അങ്ങ് എഴുതി കൊടുത്താൽ മതി. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ ആ 2 നമ്പേഴ്സും
സോറി രണ്ട് നമ്പേഴ്സ് അല്ല, രണ്ട് ആൽജിബ്രിക് എക്സ്പ്രഷൻ. ഈ രണ്ട് ആൽജിബ്രിക് എക്സ്പ്രഷൻസിനെ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൽജിബ്രിക് എക്സ്പ്രഷൻ ഇസ് 2x² - 4xy + 12y² + 5x - 9y + 3. കുറേ ടേംസ് വരുന്ന ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്തതെന്ന് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ടഫ് ആയിട്ട് ഫീൽ ചെയ്യുക. അത് ടഫ് അല്ല, എന്നാൽ നിങ്ങൾക്ക് അഡീഷനേക്കാളും കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് തോന്നാം. പക്ഷെ എന്ത് ചെയ്താൽ മതി, എപ്പോഴും ഇതുപോലെ എഴുതി വെക്കാം. എക്സ്പ്രഷൻസിന് മുകളിലും താഴെയായിട്ട് എഴുതി വെക്കാം. എന്നിട്ട് അപ്പൊ തന്നെ നമ്മൾ ലൈക്ക് ടേംസ് ഒരുമിച്ച് വരുന്ന പോലെ എഴുതി വെക്കുക. ഇൻ കേസ് ലൈക്ക് ടേംസ് വരാത്ത സ്ഥലത്ത് 0 വെച്ച് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് കൺഫ്യൂഷൻ ആയി. ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്കത് ഒരു നീറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ചെയ്യാനും ഈസി ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ആൽജിബ്രിക് എക്സ്പ്രഷന്റെ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, എങ്ങനെ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻസ് എങ്ങനെ ഫോം ചെയ്യാം, പിന്നെ ടേംസ്, കോഎഫിഷ്യൻസ്, വാരിയബിൾസ്, കോൺസ്റ്റന്റ്സ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആൽജിബ്രിക് എക്സ്പ്രഷന്റെ അഡിഷനും സബ്സ്ട്രാക്ഷന്റെയും ഓരോ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു അഡിഷന്റെയും സബ്സ്ട്രാക്ഷന്റെയും എന്ത് ചെയ്യണം, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.